തങ്കം 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 തുറക്കേ. കള്ളനെത്തിയല്ലോ. ഇതെന്ത് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ? കുടിച്ചിട്ടുണ്ടോ നിങ്ങള്? കുടിച്ച് മരിക്കും. ആ, നിങ്ങൾ കുടിച്ച് ചാകണം. അതാ എനിക്കും കാണേണ്ടത്. തങ്കം, എന്നെ വേറെ ആരൊക്കെ അവിശ്വസിച്ചാലും എനിക്ക് വിഷമമില്ല. പക്ഷെ നീ എന്നെ അവിശ്വസിച്ചാ എനിക്ക് സഹിക്കൂല. അറിയാം കള്ളക്കരച്ചിട്ട് നിങ്ങൾക്ക് നാണാവൂല ഇങ്ങനെ കിടന്ന് കരയാനായിട്ട്. നിങ്ങളൊക്കെ ഇവിടെ ആർക്ക് എന്താ പ്രയോജനം ഉള്ളത്? കൊച്ചിനൊരു ഗുണമുണ്ടോ? എനിക്കുണ്ടോ? നാടിനുണ്ടോ? നാട്ടുകാർക്കുണ്ടോ? ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ജന്തു. എന്റെ പൊന്നുമോളെ, നീ എന്നെ വിശ്വസിക്കും. ഞാൻ എടുത്തിട്ടില്ലടി. നിങ്ങളെ എടുക്കുള്ളൂ. നിങ്ങൾ പെരും കള്ളനാ നിങ്ങള്. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ല? ഇല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തില് വിശ്വാസമാണല്ലോ വരുന്നത്. അതില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം. അത് തന്നെയാ പറഞ്ഞ പോയി ചാകാൻ. പോണേനും എന്റെ മാലയും കൂടെ കൊണ്ടുവന്നിട്ട് വേണം പോവാനായിട്ട്. ചാകും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട. നീ ഒന്ന് ഓർത്തോതാക്കാം. നീ പറയുന്ന ഓരോ വാക്കും എന്റെ സങ്കടമുള്ളത്. അയ്യോ, എനിക്കങ്ങ് സങ്കടം വരുന്ന കരച്ചിൽ കണ്ടിട്ട്. നാണമില്ലാത്ത മനുഷ്യൻ. ഈ പെരക്കകത്തോട്ട് കടന്നു പോയത് എന്റെ അമ്മ എനിക്ക് തന്ന വീടാ. കടന്നു നോക്കോളണം. തക്കളി മോളില്ല ഇവിടെ. നിങ്ങൾ ആരെയും കാണണ്ട ഇവിടെ. നിങ്ങളുടെ ആരും ഇല്ല ഈ വീട്ടിൽ. പോ കുടിച്ച് മാല വിട്ടിട്ട് വന്നേക്കണം. ആ വേണ്ട, ഇവിടെ ആർക്കും വേണ്ട നിങ്ങളെ. ഞാൻ അകത്തോട്ടൊന്നും കയറാൻ നിൽക്കുന്നില്ല. പക്ഷേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ കടന്നു പോണ്ട നിങ്ങള്. കർത്താവേ, വിശ്വസിക്കാൻ ഞാനിത് എടുത്തിട്ടില്ല. ആർക്കും വേണ്ടെങ്കിൽ എന്തിനായി ക്ലീറ്റസ് ജീവിക്കണം? ആർക്കും വേണ്ട ക്ലീറ്റസ്. ആർക്കും വേണ്ട. ഓ ക്ലീറ്റസ് കള്ളൻ. ക്ലീറ്റസിനെ കള്ളനാക്കി എല്ലാരും. അമ്മേ, ചേച്ചി അവിടെ അകത്തുണ്ടാവും. അമ്മയൊക്കെ എന്ത് വിളിച്ചേ? മാല എവിടുന്ന്? അലമാരി തന്നെ ഉണ്ടായിരുന്നു. എന്തിനാടി നിന്നെ പറയണ? നിന്റെ തലക്കൊന്ന് തരിക വേണ്ട കഴുത. ആ ചേച്ചി ആവും പാടും പറഞ്ഞതാണ് അവിടെ തെരഞ്ഞോക്ക് അവിടെ ഉണ്ടാവും. ഞാൻ അന്നേരം നോക്കിയത് വേറെ സാരിയിൽ ഉടക്കി കിടക്കായിരുന്നു. അതാ കാണാഞ്ഞേ. വെറുതെ ചക്കനെ സംശയിച്ചില്ലേ? ഇങ്ങോട്ട് വന്നോ? ഒന്നും വന്നില്ല. അല്ല, അവനെ സംശയിച്ചാല് കുഴപ്പമൊന്നുമില്ല. അവൻ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാണും. എന്നാലും ഇങ്ങനെ കുതിര കയറുക. ക്ലീറ്റോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ക്ലീറ്റോ എവിടെ പോയവൻ? എവിടെ പോയിന്നാവോ? ചായ കുടിക്കാനെങ്ങാനും പുറത്ത് വന്നായിരുന്നല്ലോ. നല്ല പൂസല്. അന്നേരം കൊറേ ചീത്ത പറഞ്ഞു ഞാൻ പാവത്തിന്. ഒന്ന് വിളിച്ചു നോക്കിയാടാ. ഒന്ന് വിളിച്ചു നോക്കടാ. നീ ഇത് കേട്ടിട്ടില്ലേ? വിളിക്ക്. വല്ല ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും പുറത്ത്. ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന്? ഇല്ലാന്ന്. ഇന്ന് വിളിച്ചു നോക്ക്. പറയാനാ, മാല കിട്ടീന്ന് പറയാനാ. എന്തായിരുന്നു ഇന്നലെ അവന്റെ നേർക്ക്? അമ്മാവിനൊക്കെ കൂടെ ഒന്നല്ലോ ചീത്ത പറയാനായിട്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ചിലപ്പോ അമ്മവാ ഇത് ആവൻ ചിലപ്പോ അവിടെ കൊണ്ടുവച്ചാണെങ്കിലോ? അല്പാവൻ അങ്ങനെ ചെയ്യും. അങ്ങനെ സംഭവിക്കും. ഒന്നുമല്ല, ക്ലീറ്റോ അന്നേരം പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഫോൺ അടിക്കുന്നുണ്ട് അകത്താണല്ലോ. ഫോൺ കൊണ്ടുപോയില്ല, മറന്നുപോയി തോന്നുന്നു. ബാത്റൂമിലുണ്ടോ നോക്ക്. ചേച്ചി മാല കിട്ടീന്ന്. ക്ലീറ്റോ, ക്ലീറ്റോ, ഇത് ഇവിടെ. ക്ലീറ്റോ, എനിക്ക് എത്രയും പ്രിയപ്പെട്ട എൻ്റെ തങ്കത്തിന് ഞാൻ വിടവാങ്ങുന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്.
ക്ലീറ്റസ് നല്ലവനല്ല, പക്ഷേ എല്ലാവരെയും ഞാൻ ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചത്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് എന്നെ ആക്രമിച്ചു. അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. മുറിവേറ്റ മനസ്സുമായി ഞാൻ പോകുന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി കഴുകൻ കനകന് തിന്നാൻ കൊടുത്തേക്കണം. ബോഡിയിൽ മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തേക്കും. അമ്മയോടൊരു വാക്ക്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അമ്മയുടെ മകനായി ജനിക്കണം. അതാണ് എൻ്റെ അന്ത്യാഭിലാഷം. സംശയിച്ചല്ലേ? അവളെ എടുത്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അവളെ മാത്രമല്ല സംശയിച്ചു, എല്ലാരെയും സംശയിച്ചു. ഞാൻ സംശയിച്ചു പോകും ചിലപ്പോ. എന്നെ വരെ സംശയിച്ചു. ബോധം കെട്ടി കിടന്നു. എന്തേ? എന്താ തങ്ക? Alien versus Alien.